ഹായ്. സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയിൽ ഞാൻ കുറച്ച് അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതെന്തൊക്കെയാണ്, എനിക്ക് എത്രയ്ക്ക് കോസ്റ്റ് വന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വണ്ടി ഡെലിവറി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് ഫ്ലോർ മാറ്റ്സ് ആണ്. ഞാൻ GFXൻ്റെ 5D മാറ്റ്സ് ആണ് ഓർഡർ ചെയ്തത്. ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് അതിനൊരു 4.3K സംതിങ് ആണ് വന്നത്. നല്ല മാറ്റ്സ് ആണ്, നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ അതിൽ വലിയ റോക്കറ്റ് സയൻസ് കാര്യങ്ങളൊന്നുമില്ല. ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്, വേണമെങ്കിൽ നമുക്കത് വെച്ച് കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ഫിറ്റ്മെൻറ്റ് വരും. അത്യാവശ്യം നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. ലൈഫ് ലോങ് മാറ്റ്സ് എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് ഇനി കുറച്ച് ഉപയോഗിച്ചാൽ അതിൻ്റെ എന്തോരം ലാസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നുള്ള 2 ഐറ്റം ഞാൻ ചെയ്തത് ഷോറൂമിൽ തന്നെ ചെയ്തത്. അതിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് മഡ് ഫ്ലാപ്സ് ആണ്. അതെന്തായാലും നിങ്ങൾ ഷോറൂമിൽ പിടിപ്പിക്കണം, കാരണം അതില്ലാതെ താറ് ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ വണ്ടിയുടെ ബോഡിയിൽ അത്യാവശ്യം ചെളി നല്ല രീതിക്ക് കയറും. അപ്പോൾ ഒരു മഡ് ഫ്ലാപ്പ് ഇല്ലെങ്കിൽ വളരെ ദാരുണമായിരിക്കും നമ്മുടെ അവസ്ഥ. സോ മഡ് ഫ്ലാപ്പിന് എനിക്ക് ഏകദേശം ഒരു 1K അത്രയും കൂടെ, എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല, ഒരു 1K എന്തായാലും ആയിട്ടുണ്ടാവും. ദ നെക്സ്റ്റ് തിങ് ഞാൻ അവിടെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗ്ലാംസ് ആണ്. കാരണം ഞാൻ ബമ്പറിൽ ഫോഗ്ലാം ഇല്ലാതെ കാണുമ്പോൾ ഒരു അല്പം വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. സ്റ്റാറിന്റെ ഫോഗ്ലാംസ് അല്ല ഞാൻ ചെയ്തത് റോക്സിന്റെ LED ഫോഗ്ലാംസ് ആണ്. നമ്മുടെ ഈ ലൈറ്റിന്റെ തന്നെ സ്റ്റിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഫോഗ്ലാംസ് ഓപ്ഷനിൽ ചെയ്യാൻ പറ്റും എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഇപ്പോൾ വരുന്ന വണ്ടികൾ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്ത് ഒരു സെപ്പറേറ്റ് വയറിംഗ് വഴി അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു, കാരണം ഷോറൂം തന്നെയല്ല, നമുക്കൊരു വലിയ ടെൻഷൻ അടിക്കുന്ന കാര്യമല്ലോ. ഫോഗ്ലാംസ് ചെയ്യാൻ എനിക്കൊരു 6.5K അടുത്തായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് തിങ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ്സ് ആൻഡ് ടയേഴ്സ് ആണ്. എക്സ്പീരിയൻസ് നോർമലി വരുന്നത് 245 സെക്ഷൻ ടയേഴ്സ് വിത്ത് 16 ഇഞ്ച് സ്റ്റീൽ റിംസ് ആണ്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്തു. പകരം ഇതിൻ്റെ കമ്പനിയിൽ തന്നെ സ്റ്റോക്ക് വരുന്ന 18 ഇഞ്ച് അലോയ്സും അതിൻ്റെ 255 സെക്ഷൻ ടയേഴ്സും കൂടി ആഡ് ചെയ്തു. ഞാൻ ചെയ്തത് ഷോറൂമിൽ നിന്നല്ല. ഞാൻ വണ്ടി എടുത്തത് ഓട്ടോബാൻ പാലാരിയോട് നിന്നാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ടയർ ഗുരു കിരൺ സാറിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ഓഫറിന് എനിക്ക് ടയറും വീൽസും കിട്ടി. നമ്മുടെ സ്റ്റോക്ക് വീൽസ് ഒരു ബൈബാക്ക് ചെയ്യും. എൻ്റെ ടയേഴ്സ് കൊടുത്ത് ബാക്കി ഒരു 45,000 എനിക്ക് അലോയ്സും ടയേഴ്സിനുമായി, പ്ലസ് ഒരു 1,000 വീൽ ബാലൻസിനും ഫിറ്റ്മെൻറ്റും കൂടി എനിക്ക് ചിലവായിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ഞാൻ ഏറ്റവും അവസാനം പിടിപ്പിച്ചത് ഇതിനൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് ഞാൻ ചെയ്തത് മോക്കോൻ്റെ X5 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. സെയിം മോക്കോൻ്റെ റിവേഴ്സ് ക്യാമറയും കൂടി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പയനിയറിൻ്റെ സ്പീക്കേഴ്സും കൂടി ആഡ് ചെയ്തു. നമുക്ക് ഇവിടെ സ്പീക്കറിൻ്റെ ഒരു പാനൽ വരും, അത് നമുക്ക് വേണമെങ്കിൽ ഒറിജിനൽ മഹീന്ദ്രയുടെ പാനൽ വരുത്തിച്ച് നമുക്ക് അതിൽ സ്പീക്കർ സെറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഞാൻ അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. എനിക്ക് ജസ്റ്റ് ഒരു എന്തെങ്കിലും സിസ്റ്റം ഉണ്ടായാൽ മതി, എനിക്ക് ജസ്റ്റ് ഒരു പാട്ട് വെറുതെ കേട്ടാൽ മതി. എനിക്ക് അങ്ങനെ ഓരോ ബീറ്റും തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറയും പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം കൂടി എനിക്ക് 24.5K ഇൻക്ലൂഡിംഗ് ഫിറ്റിംഗ് എല്ലാം കൂടി എനിക്കായി. നിങ്ങൾക്ക് ഇനി മോഡലിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. താങ്ക് യു.